ഹലോ വെൽക്കം TGS ക്ലബ്. ഒരിക്കൽ കൂടി TGS ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വാക്കൻസി നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുറച്ചുപേരുടെ ആവശ്യപ്രകാരമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ റബ്ബർ ബോർഡ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ് റബ്ബർ ബോർഡ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ PSCയിലൊക്കെ പഠിക്കുന്നതാണല്ലേ റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം ഇവിടെ കോട്ടയം. അപ്പം ആ റബ്ബർ ബോർഡിലേക്കുള്ള ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അഡ്വൈസ് നമ്പർ 2025-1 എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റിലായിട്ട് റബ്ബർ ബോർഡ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് കോഡാണ് 11-2025. പോസ്റ്റിൻ്റെ പേര് ഫീൽഡ് ഓഫീസർ. ഓക്കെ, ഫീൽഡ് ഓഫീസറാണ് പോസ്റ്റിൻ്റെ പേര്. മൊത്തം 40 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് കാറ്റഗറീസ് 27, ജനറൽ ഓപ്പൺ കോമ്പറ്റീഷൻ 27, OBC 5, SC 2, ST 2, EWS 4. ഓക്കെ, അപ്പം ഗ്രൂപ്പ് B ആണ് ടെക്നിക്കൽ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 9300, 34,800. ഗ്രേഡ് പേ എന്ന് പറയുന്നത് 4200 ആണ്. 1/1/2025 30 വയസ്സ് 30 വയസ്സാണ് ലാസ്റ്റ് ഏജ് ബാർ എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് SC, ST, OBC കാൻഡിഡേറ്റ്സിന് വയസ്സിളവ് ഉണ്ടായിരിക്കും. അതായത് SCക്ക് ആകുമ്പോഴത്തേക്ക് 5 വർഷവും OBCക്ക് ആകുമ്പോഴത്തേക്ക് 3 വർഷവും ഉള്ള കാറ്റഗറിയാണ് നമ്മുടെ PSCയിൽ. ഇതാകുമ്പോൾ 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ BSc അഗ്രികൾച്ചർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണി. ഓക്കെ, അതായത് MSc ബോട്ടണി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. വളരെ നല്ലൊരു പോസ്റ്റാണ്, വളരെ ലെങ്ത് ഉള്ള വേക്കൻസിയും കൂടിയാണ്. ഫീൽഡ് ഓഫീസറിനെന്നും ഇത്രയധികം വേക്കൻസികൾ ഇതുവരെയും ഈ റബ്ബർ ബോർഡിൽ നേരിട്ട് വിളിച്ചതായിട്ട് കണ്ടിട്ടില്ല. അപ്പം നല്ലൊരു പോസ്റ്റാണ്. നല്ല സാലറിയുള്ള 50,000 രൂപയ്ക്ക് മുകളിൽ സാലറി വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഈ പോസ്റ്റ്. ഓർക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ എക്സാം സെൻ്ററാണ്. കേരളത്തിൽ 4 സെൻറ്റേഴ്സുകളുണ്ട്. ട്രിവാൻഡ്രമുണ്ട്, കോട്ടയമുണ്ട്, തൃശ്ശൂരുണ്ട്, കണ്ണൂരുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ബാക്കി നോൺ ട്രഡീഷണൽ ഏരിയയും നോർത്ത് ഈസ്റ്റേൺ റീജിയനൊക്കെ ഉണ്ട്. നമുക്കതറിയേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ എക്സാം ഫീ ആണ്. എക്സാമിനേഷൻ ഫീ, മോഡ് ഓഫ് റെമിറ്റൻസ് ഒക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയാണ് എക്സാമിനേഷൻ ഫീ. ഓൺലൈൻ മോഡിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ 1000 രൂപയാണ് ഫീസ് കേട്ടോ. ഫീസ് ഇച്ചിരി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, MSc ഒക്കെ ബോട്ടണി കൂടുതലും പഠിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പഠിച്ചപ്പോൾ തന്നെ പഠിച്ച കോളേജിലും എൻ്റെ കൂടെയൊക്കെ 10 പേരുള്ളതിൽ ഒരാളാണ് അതിൽ ആണുങ്ങളായിട്ടുള്ളത്. ബാക്കിയെല്ലാം ലേഡീസ് തന്നെയാണ്, ഗേൾസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം നോക്കിക്കോണേ, വുമൺ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എക്സംപ്റ്റഡ് ഫ്രം പേയ്മെന്റ് ഓഫ് ഫീസ്. ഒരു കാര്യം ഓർക്കുക, പെൺകുട്ടികളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെൺകുട്ടികൾക്ക് ഫീ ഇല്ല. വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ, ഫ്രീ ആയിട്ടൊരു ജോലി പെൺകുട്ടികളാണെങ്കിൽ. അതുപോലെയാണ് SC STക്ക് സ്വാഭാവികമായിട്ടും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ SC ST കൂടാതെ സ്ത്രീകൾ, പെൺകുട്ടികൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ പഠിച്ചിറങ്ങി കഴിഞ്ഞ് നിൽക്കുന്നവർ, 30 വയസ്സ് തികയാത്തവർ, റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ 35 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു പോസ്റ്റാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ അയക്കുക. പിന്നെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എനിവെയർ ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ കേരളത്തിലുള്ളത് കൊണ്ട് കേരളത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റി എവിടെ അപ്പോയിൻമെന്റ് ചെയ്ത് കഴിഞ്ഞാലും. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ സൈറ്റ് കൊടുക്കാം. ഓക്കെ, recruitments.rubberboard.org.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും. ഓക്കെ, അതായത് 10/3/2025 10/3/2025 മാർച്ച് 10-ാം തീയതി വരെ ഇതിൻ്റെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ തിരക്ക് കൂട്ടണ്ട. ഓക്കെ, ഓൺലൈൻ വഴി മാത്രമേ ആപ്ലിക്കേഷൻ സ്വീകരിക്കത്തുള്ളൂ. സമയമുണ്ട്. സാവധാനത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ
ഇതിൽ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു ഇനിഷ്യലി രജിസ്റ്റർ ഓൺലൈൻ യൂസിങ് എ വാലിഡ് ഇമെയിൽ അഡ്രസ് ആൻഡ് പാസ്വേഡ് എലോങ് വിത്ത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷന്റെ കൂടെ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് പ്രൂവ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും അത് ഏജിന് വേണ്ടിയിട്ട് SSLC ആണ് വെക്കേണ്ടത്. പിന്നെ കാറ്റഗറി അവയിൽ എലിജിബിൾ റിസർവേഷൻ റിലാക്സേഷൻ അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെക്കണം, അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും അറ്റസ്റ്റ് ചെയ്ത കോപ്പി ഇതിനോട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അയച്ചതിന് ശേഷം കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും, അതായത് അഗ്രികൾച്ചർ പഠിച്ചവരായിക്കോട്ടെ, MSc ബോട്ടണി പഠിച്ചവരായിക്കോട്ടെ, അവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ സെൻറ്റർ നമ്മളെ ട്രിവാൻഡ്രത്തും കോട്ടയത്തും തൃശ്ശൂരും കണ്ണൂരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പേ സ്കെയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 9300 to 34,800 ഗ്രേഡ് പേ 4200. ബാക്കിയുള്ള എല്ലാ അലവൻസും കൂടെ ആകുമ്പോഴത്തേക്ക് 50-ന് പുറത്ത് സാലറി ഫസ്റ്റ് കയ്യിൽ എണ്ണി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പിന്നെ എലിജിബിലിറ്റി കാര്യംസ് ഒക്കെ ഞാൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്സ്, ഏജ് ബാർ ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അതായത് 21 വയസ്സിന് മുകളിൽ 30 വയസ്സ് വരെയാണ്. റിസർവേഷൻ ഉള്ളവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലേഡീസ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫീസ് ഇല്ല. SC/ST കാൻഡിഡേറ്റിനും ഫീസ് ഇല്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. അതുപോലെ തന്നെ വേക്കൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. മൊത്തം 40 വേക്കൻസിയാണ്, 27 അൺറിസർവ്ഡും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ട് മൊത്തം 40 വേക്കൻസി ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. OBC 5, SC 2, ST 2, EWS 4 ഇങ്ങനെയാണ് വേക്കൻസി എന്ന് പറയുന്നത്. അതുപോലെ റിട്ടൺ എക്സാംസ്, ഡോക്യുമെന്റ് അത്രയേ ഉള്ളൂ. ഇന്റർവ്യൂ ഒന്നുമില്ല, റിട്ടൺ എക്സാമും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് ഇതാണ് ഞാൻ പറഞ്ഞ സ്കെയിൽ 9300, 34,800 ഗ്രേഡ് പേ 4800, അതിൻ്റെ കൂടെ DA ഉണ്ട്, HRA ഉണ്ട്, അതർ ബെനിഫിറ്റ്സ് ഉണ്ട്. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫീ എന്ന് പറയുന്നത് എബോവ് 50,000. എബോവ് 50,000ലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് കയറാനുള്ള സുവർണ അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇതിന്റെ അപ്ഡേറ്റ്സുകൾ, ഇതുമായിട്ട് ഇതിന്റെ സിലബസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ പണ്ട് എഴുതിയിരുന്നൊരു എഴുതിയിട്ടുള്ള എക്സാമാണ്. അപ്പൊ ഇതിന്റെ മറ്റ് അപ്ഡേറ്റ്സുകൾ, ടോട്ടൽ 40 വേക്കൻസി, മറ്റ് അപ്ഡേറ്റ്സുകൾ, അതിന്റെ സിലബസ് എങ്ങനെയാണ്, ഏത് ബുക്സ് റെഫർ ചെയ്ത് പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്കിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നവര് ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ പോസ്റ്റാണ്, ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള പോസ്റ്റും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ക്ലബ് PC എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിൽ സ്റ്റേ ചെയ്യുക, ട്യൂൺ ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെക്കുക. അപ്ഡേഷൻസ് തീർച്ചയായിട്ടും വരും. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സുകളും ലൈക്കും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒരു നല്ല ദിവസം നേരുന്നു. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. താങ്ക്